അപ്പോൾ നമ്മൾ മുംബൈ ദാനു റോഡിൽ നിന്ന് തലാശ്ശേരി എന്നുള്ള ഗ്രാമത്തിലേക്ക് നമ്മളിപ്പോൾ പോവുകയാണ്. ഏകദേശം 120 കിലോമീറ്ററാണ് നമ്മൾ ബോംബെയിൽ നിന്ന് ഈ ഗ്രാമത്തിലേക്ക് വരാൻ വേണ്ടി യാത്ര ചെയ്തിരിക്കുന്നത്. ഈ ഗ്രാമത്തിലെ ഉൾക്കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അപ്പം നമ്മൾ മുംബൈയിൽ നിന്ന് ഏകദേശം 120 കിലോമീറ്റർ സഞ്ചരിച്ച് നമ്മളിപ്പോൾ ദാനു റോഡിലെത്തിയിരിക്കുകയാണ്. ഈ ദാനു റോഡിൽ നിന്ന് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത് തലാശ്ശേരി എന്ന സ്ഥലത്തേക്കാണ്. തലാശ്ശേരി എന്ന് പറഞ്ഞ ഒരു ബോംബെയുടെ തന്നെ ഒത്തിരി മാറി ഒരു ഉൾഗ്രാമമാണ്. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ എന്ന് പറയുന്നത് പക്ക ഗ്രാമത്തിലെ കാഴ്ചകളാണ്. അപ്പോൾ അത് അടിപൊളിയായിരിക്കും. നമുക്ക് നോക്കാം എങ്ങനെയാണ് ബോംബെയുടെ ഉൾഗ്രാമങ്ങൾ. നമ്മൾ തലാശ്ശേരിയിൽ നിന്ന് ഒരുപാട് യാത്ര ചെയ്ത് ഉപാല എന്നുള്ള ഗ്രാമത്തിലെത്തിയിരിക്കുകയാണ്. നമുക്ക് കാണാം ഗ്രാമങ്ങളിലെ വീട്, ഉൾഗ്രാമങ്ങളിലെ വീട് എങ്ങനെയായിരിക്കും. നമുക്കറിയാം ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് മഹാരാഷ്ട്രയുടെ ബോർഡറും അതോടൊപ്പം തന്നെ ഗുജറാത്തിൻ്റെ ആരംഭവുമാണ് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. ഈ തലാശ്ശേരി എന്ന് പറയുന്നത് അതിൻ്റെ ഉൾഗ്രാമമാണ് ഈ ഉലാബ. നമ്മളങ്ങനെ മഹാരാഷ്ട്രയിലെ വളരെ സുന്ദരമായിട്ടുള്ള ഉപാല ഗ്രാമത്തിലാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, മഹാരാഷ്ട്രയിലെ മണ്ണെന്ന് പറയുന്നത് ഈ ചുവപ്പും തവിട്ടും കലർന്ന ഒരു മണ്ണാണ്. ആ മണ്ണിൽ ഈ കാൽ വയ്ക്കുന്ന നിമിഷം എന്ന് പറയുന്നത് തന്നെ ഒരു വിചിത്രമായിട്ടുള്ള, പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തൊരു ശാന്തത നമ്മളുടെയൊക്കെ മനസ്സിലേക്ക് ഒഴുകിയെത്തും. നിങ്ങൾ കാണുന്ന ഈ വഴി കണ്ടില്ലേ, ഈ വഴി എന്ന് പറയുന്നത് അവിടുത്തെ മണ്ണ് നോക്കിയേ, ചുവപ്പും തവിട്ടും കലർന്നൊരു മണ്ണ്. ഈ പകൽ സൂര്യൻ്റെ ചൂട് അതിശക്തമാണെങ്കിൽ പോലും അതിനുള്ളിലൊരു തണുപ്പുണ്ട്. ആ തണുപ്പെന്ന് പറയുന്നത് ഇവിടുത്തെ ജനങ്ങളുടെ നല്ല പെരുമാറ്റത്തിൻ്റെ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് അവർക്ക് നൽകിയ കൃത്യമായിട്ടുള്ള വരവേൽപ്പിൻ്റെ ഒക്കെ ഒരു തണുപ്പാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എന്ന് പറയുന്നത് ഗ്രാമത്തിലൊരു വീടാണ്. ഞാനിപ്പോൾ നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നതും ഒരു മഹാരാഷ്ട്രയിലെ ഒരു തനി ഗ്രാമത്തിലേക്ക് നമ്മൾ കടന്നു ചെന്നിട്ടുണ്ടെങ്കിൽ ആ വീട് എങ്ങനെയായിരിക്കും എന്നൊക്കെയാണ് നിങ്ങൾ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഈ കുറച്ച് ചേച്ചിമാരാണ് ഞങ്ങളെ ഓരോ വീടുകളിലേക്ക് കൊണ്ടുപോകുന്നത്. അതിൽ ഒരു വീടാണ് നമ്മളിപ്പോൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത്.
അതിസുന്ദരം ഈ കാഴ്ച എന്ന് പറയുന്നത്. ഇപ്പോൾ ഞങ്ങൾ ചെല്ലുന്ന സമയം എന്ന് പറയുന്നത് കൃഷിയൊക്കെ കഴിഞ്ഞിട്ടുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ കത്തുന്ന വെയിലായതുകൊണ്ട് ഇവരുടെ കൃഷിയൊക്കെ കഴിഞ്ഞു. ആ കൃഷി നെല്ല് പാകമായി ഇവരുടെ വീടിൻ്റെ ഉള്ളിൽ തന്നെ നെല്ലൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു സമയത്താണ് ഞങ്ങൾ ചെല്ലുന്നത്. ഇത് ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്ന കാഴ്ച എന്ന് പറയുന്നത് ഒരു വീടിൻ്റെ ആത്മാവ് എപ്രകാരമായിരിക്കും എന്നാണ് നമ്മളിപ്പോൾ കാണാൻ വേണ്ടി പോകുന്നത്. പല വീടുകളും മണ്ണ് കൊണ്ട് പണിതിട്ടുള്ള വീടുകളാണ്, പല വീടുകളും. പിന്നീട് നമ്മൾ ഓലമേനും അതോടൊപ്പം തന്നെ അതുപോലെ തന്നെ ഷീറ്റ്, ആസ്പെറ്റഡ് ഷീറ്റ് ഒക്കെ വെച്ചാണ് അവർ വീട് പണിയുന്നത്. നമുക്ക് വീടിന് അകത്തേക്കൊന്ന് കയറാം. ഇതേ നോക്കിയേ, ഇതാണ് ഇവരുടെ സൗകര്യം എന്നൊക്കെ പറയുന്നത്. ആകെ ഇത്രയും സൗകര്യങ്ങളേ ഉള്ളൂ ഈ വീട്ടിൽ. ഒറ്റ ഹോളായിട്ടായിരിക്കും എല്ലാ വീടുകളും, ഓൾമോസ്റ്റ് ഒരു 99% വീടെന്ന് പറയുന്നത് ഒറ്റ ഹോളിലുള്ള വീടായിരിക്കും. ആ വീടിനുള്ളിൽ തന്നെയാണ് അവർ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എന്ന് പറയുന്നത് അവർ നെല്ല് സൂക്ഷിക്കുന്ന അറകളാണത്. പത്തായം എന്ന് പറയാൻ സാധിക്കും. പിന്നീട് അവരുടെ അടുക്കള, അവിടെ തന്നെയാണ് അവർ കിടക്കുന്നത്. ഈവൻ അവരുടെ കന്നുകാലികളൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി അവർ രാത്രിയാകുമ്പോൾ കന്നുകാലികളെയും ഈ വീടിൻ്റെ ഉള്ളിലേക്ക് അവർ കയറ്റും. അങ്ങനെ മനുഷ്യനും മൃഗവും ഒക്കെ ചേർന്നിട്ടുള്ള സ്ഥലം. ഇത് ഞാൻ പറഞ്ഞില്ലേ, അവർ വീടിനുള്ളിൽ തന്നെയാണ് അവരുടെ പത്തായം എന്ന് പറഞ്ഞില്ലേ. അവരിവിടെയാണ് നെല്ല് സൂക്ഷിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇവരുടെ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് ഒരു വർഷത്തേക്ക് ഇവർക്ക് കഴിക്കാൻ വേണ്ടി നെല്ല് സൂക്ഷിക്കുന്ന ഈ പത്തായം തന്നെയായിരിക്കും. ഈ നെല്ലൊക്കെ ഞങ്ങളൊന്ന് പതുക്കെ ഒന്ന് കടിച്ചൊക്കെ നോക്കി. നല്ല രുചിയുള്ള സ്വാദുള്ള നെല്ലാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഓരോ വീടുകളുടെയും കാഴ്ച എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഈ മഹാരാഷ്ട്രയിലെ ഈ വീടുകൾ വെറും താമസ സ്ഥലമല്ല, അവിടെയുള്ള ജനങ്ങളുടെ ഒരു ജീവിത മാർഗം തന്നെയാണ്. എല്ലാ കട്ടയ്ക്കും അതുപോലെ തന്നെ ഓരോ വീടിൻ്റെ ഓരോ ഭാഗത്തിനൊക്കെ അവരുടെ ജീവിതത്തിൻ്റെ കഥകളാണ് പറയാനുള്ളത്. ഇനി നമ്മൾ ഈ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു ഡാമിലേക്കാണ് പോകുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് വർക്കണ്ട ഡാമിനടുത്താണ്. നമ്മൾ കുടിലുകളൊക്കെ കണ്ടല്ലോ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇറങ്ങി വന്നാണ് നേരെ ഈ ഡാമിനടുത്തേക്ക് നമ്മൾ വന്നിരിക്കുന്നത്. ഈ ഡാമിൻ്റെ പ്രത്യേകതയാണ് ഇവിടെ ജനങ്ങളിവിടെ ഫിഷിംഗ് നടത്തുന്നുണ്ട്. ഇവിടുത്തെ വെള്ളം ശുദ്ധീകരിച്ച് അവരുടെ ഉപജീവന മാർഗത്തിനായിട്ട് അവർ ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡാം അവർക്ക് അവരുടെ ജീവൻ നിലനിർത്താൻ സാധിക്കുന്ന വലിയൊരു സ്രോതസ്സാണ്. നല്ല ഭംഗിയുണ്ടോ കാണാൻ വേണ്ടി.
കുബാല ഗ്രാമത്തിലെ ബാൽവാടിയാണ്, അതായത് നമ്മളുടെ അംഗൻവാടിയാണ് ഈ കാണുന്നത്. 3 മണി വരെ ഇവിടെ അംഗൻവാടി ഉണ്ടാവും. ഇതടച്ചു. ഞങ്ങൾ അംഗൻവാടി ടീച്ചറിന്റെ വീട്ടിലും പോയിട്ടുണ്ടായിട്ടോ. ഓക്കെ. ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഇവിടെ മഴ മാസമാണ്. എനിക്ക് തോന്നുന്നു ഇവരിവിടെ നെൽപ്പാടമാണെന്ന് തോന്നുന്നു. ഇവിടെ നെല്ലുണക്കിയതിൻ്റെ ഇതൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. ഇവിടെ ഫുള്ള് നെൽപ്പാട് വരുന്നു. പക്ഷെ ഇപ്പോൾ കൾട്ടിവേഷനൊക്കെ കഴിഞ്ഞ സമയമാണ്. നമ്മൾ വീട്ടിൽ കണ്ടില്ലേ ഒരു അറയിൽ ഈ നെല്ലൊക്കെ ശേഖരിച്ച് വെച്ചിരിക്കുന്നത്. അത് ഇവരിവിടെ വിത്ത് വിതച്ച് കൊയ്ത് ഉണ്ടാക്കിയതാണ്.